Hi everyone. So in this video we are going to start the introduction to Python language. Yes, and this is our second module and we already have seen the basics of programming, right? We have already seen the basics of computer and all. So if you have not checked that video, you can go through it or you can start with this video also. Okay, so here we are going to study what is Python programming language and what are the features of Python language. Okay, now turning into Malayalam. What is the Python? Python പറയുമ്പോൾ ഒരു ഹൈ ലെവൽ ഇൻ്റർപ്രിറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ ഹൈ ലെവൽ ലാംഗ്വേജ്, എന്താണ് ഈ ഇൻ്റർപ്രിറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്കറിയാം എന്തിനാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നത്? യെസ്, ടു ക്രിയേറ്റ് ദ സോഫ്റ്റ്വെയർസ്. സോ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. നിങ്ങൾ കാണുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ്. ദേ ആർ ദ ആപ്ലിക്കേഷൻസ്, ഇതന്നെ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പ്രോഗ്രാമിംഗ്, അതായത് കോഡിംഗ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മെയിൻലി 2 ടൈപ്സ് ആണ്. ഒന്ന് ഹൈ ലെവൽ ലാംഗ്വേജ്, പിന്നെ ലോ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ഒരു ഹൈ ലെവലിൽ എഴുതിയ ലാംഗ്വേജ് നമ്മൾ ഒരു ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർഷൻ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൈത്തൺ പറയുമ്പോൾ എന്താണ്? അതൊരു ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് സിമിലർ ടു ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ്. അതായത് ഹ്യൂമൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഈ ഹൈ ലെവൽ ലാംഗ്വേജ്. ഇറ്റ് ഈസ് വെരി സിമിലർ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതുപോലെ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ബൈനറി ലാംഗ്വേജ് ആണ്. അതായത് 1 and 0 ഈ ഫോർമാറ്റിലുള്ള ലാംഗ്വേജ് ആണ് ബൈനറി ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക്, അതായത് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് പറയുമ്പോൾ കമ്പൈലർ, ഇൻ്റർപ്രെറ്റർ അല്ലെങ്കിൽ ഒരു അസംബ്ലർ ആവാം. അപ്പോൾ പൈത്തൺ യൂസ് ചെയ്യുന്നത് ഇൻ്റർപ്രെറ്റർ ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ദ ഇൻ്റർപ്രെറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് ലൈൻ ബൈ ലൈൻ ആയിട്ട് കൺവേർഷൻ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഇൻ്റർപ്രെറ്റർ. അപ്പോൾ നമ്മൾ പൈത്തണിനെ എന്താണ് വൈഡ്ലി യൂസ്ഡ് ഹൈ ലെവൽ ലാംഗ്വേജ്, അതുപോലെ ഇൻ്റർപ്രിറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഇത് ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഇത് ഗൈഡോ വാൻ റോസം ഇൻ ദ ഇയർ 1991 ഈ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫീച്ചേഴ്സ് ഓഫ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. So the first feature of Python programming language is that it is free and open source. Yes, അതായത് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് ഈസി ആയിട്ട് എവിടെ നിന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് യൂസ് പൈത്തൺ ഫോർ ഫ്രീ. നമുക്ക് പൈത്തൺ കോഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള IDEs അവൈലബിൾ ആണ്. യു ക്യാൻ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ് ഔട്ട് ആൻഡ് സെർച്ച് ഫോർ ദാറ്റ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ ഹൈ ലെവൽ ലാംഗ്വേജ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഈസി ടു റീഡ്, റൈറ്റ് ആൻഡ് ഇൻ്റർപ്രറ്റ് ലാംഗ്വേജ്. അതുപോലെ പൈത്തൺ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ സിൻടാക്സ് ഉള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് ഇറ്റ് ഈസ് ഈസി ടു കോഡ് ദ പൈത്തൺ പ്രോഗ്രാം. നമ്മൾ ഈ ഒരു വീഡിയോ സെഷൻ, അതായത് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പൈത്തൺ കോഡിങ്ങിലേക്ക് മാറി. അപ്പോൾ ഞങ്ങൾ യു വിൽ വിറ്റ്നസ് ദാറ്റ് പൈത്തൺ കോഡ് ഈസ് വെരി സിമ്പിൾ. അപ്പോൾ ഓൾറെഡി നിങ്ങളൊരു CPP പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൈത്തൺ ലാംഗ്വേജ് മനസ്സിലാവാൻ കുറച്ച് ടൈമേ എടുക്കും. ഇറ്റ് വിൽ ബി വെരി ഈസി. ബട്ട് ഹൂ ഈസ് ന്യൂ ടു ദിസ് ലാംഗ്വേജ്? നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പൈത്തൺ ലാംഗ്വേജ് പഠിച്ചിട്ട് എടുക്കാനും വളരെ ഈസിയാണ്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള സിൻടാക്സ് ആണ് ഈ ഒരു ലാംഗ്വേജിലുള്ളത്. അതുപോലെ ഇത് എക്സ്റ്റെൻസിബിൾ ആണ്. ആൻഡ് ഇറ്റ് ആൾസോ ഇൻ്റർപ്രിറ്റഡ് ലാംഗ്വേജ് ആൻഡ് ആൾസോ ഇറ്റ് ഹാസ് എ കമ്മ്യൂണിറ്റി സപ്പോർട്ട്. ഒരു ലാർജ് കമ്മ്യൂണിറ്റി സപ്പോർട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഈ പൈത്തൺ. ആൻഡ് വി ഹാവ് ഓൾസോ സം അതർ ഫീച്ചേഴ്സ് ലൈക്ക് മൾട്ടിപർപ്പസ്, സപ്പോർട്ട് ഓഫ് അതർ ലാംഗ്വേജ്, എക്സെട്ര. അപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ള ചില കാര്യങ്ങൾ. In the next video, we are going to dive into the coding concepts. Till then, thank you. Bye-bye. Take care.